ഈ ഒരു അടുക്കളയിൽ നല്ല കിഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ചൂട് ദോശയും ചൂട് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമ്മൾ സപ്ലൈ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്താണെന്നറിയോ, അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി തരുന്ന സാധനം ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ പൊള്ളിയായിരിക്കും പൊള്ളി. ഹലോ, വെൽക്കം ടു ബിനോസ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ അടിപൊളി ഹോം ടൂർ ആട്ടോ ചെയ്യുന്നത്. വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങളുടെ ഒരു സാക്ഷാത്കാരമാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ സാബിക് ബ്രോൻ്റെ വീട്ടിലാണ്. സാബിക് ബ്രോ നമസ്കാരം. സാബിക് ബ്രോ ഈ വീടിന് വേണ്ടിയിട്ട് ഒരുപാട് പ്ലാനിങ് കേട്ടോ. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങോട് പ്ലാനിങ്, പക്ഷേ അതിൻ്റെയൊക്കെ 100% റിസൾട്ട് ഈ വീട്ടിൽ കാണാനുണ്ട്. സാബിക് ബ്രോ ഒരുപാട് ഇഷ്ടമായി. ഞങ്ങളിങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഈ വീടിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾ കൂളായി. അതായത് ഇവിടുത്തെ ആൾക്കാരെ മനസ്സിനെ പോലെ തന്നെ ഒരു ഓപ്പൺ കൺസെപ്റ്റ്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഓപ്പൺ കൺസെപ്റ്റിലേക്കും ഈ ഒരു വീട്ടിലേക്ക് എത്തിയത്? ഇത് ഓപ്പൺ കൺസെപ്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഫാമിലി എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവരുത്. ഇപ്പോൾ അവർ ഇവിടെ കിച്ചണിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ലിവിങ്ങിൽ ഇരിക്കുകയാണെങ്കിലും എപ്പോഴും നമ്മൾ കൂടെയാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അതാണ് നമ്മളെ ഈ കൺസെപ്റ്റിൻ്റെ വളരെ നല്ലൊരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ചിന്താഗതി. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ ഹസ്ബൻഡ് വൈഫും മക്കളെ ഉണ്ടാവുള്ളൂ. ഒരാൾ മാത്രം അടുക്കളപ്പണി ചെയ്യുക അല്ലെങ്കിൽ ഒരാൾ മാത്രം വീട്ടുപണി ചെയ്യുക എന്നുള്ള കൺസെപ്റ്റേ ഇല്ല. അടുക്കളയിൽ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് വരും, വീട് പണി ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ചെയ്യും. ഒരു കുഴപ്പമില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഓപ്പൺ കൺസെപ്റ്റ് ചെയ്തതിന് വലിയൊരു ബിഗ് സല്യൂട്ട്. അതേപോലെ തന്നെ ഈ വീടിൻ്റെ എങ്ങനെയാണ് ഈ ഒരു പ്ലാനിങ് തുടങ്ങിയിരുന്നത്? പ്ലാനിങ് ആദ്യം നമുക്ക് ഈ ഓപ്പൺ വേണമെന്നുള്ളൊരു ഇതാദ്യം ഉണ്ടായിരുന്നു. ഫുള്ളായിട്ട് ഓപ്പൺ അല്ല അന്ന് ഉദ്ദേശിച്ചിരുന്നത്. നമുക്കിങ്ങനെ കിച്ചണും ലിവിങ്ങും ഏതാണ്ട് ഇതേമാതിരി ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇങ്ങനെയൊക്കെ വരണം എന്നുള്ള ഇതായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മൾ ആ ചിന്താഗതി ഒരു എഞ്ചിനീയറോട് പറഞ്ഞിട്ട് ചെയ്തതാണോ അതോ എഞ്ചിനീയർ കൺസെപ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതാണോ? നമ്മളെ കൺസെപ്റ്റ് എഞ്ചിനീയർ പറഞ്ഞിട്ട് അവർ നമുക്ക് വേണ്ട രീതിയിൽ വരച്ചത്. ഓക്കെ. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത പിന്നെ എനിക്ക് തോന്നിയത്, നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പുറത്തിനെക്കാട്ടും ഭയങ്കര സൗന്ദര്യമാണ് അതിൻ്റെ ഉള്ളിൽ. അത് പക്ഷേ നമ്മളെന്താ പറയുക, പുറത്ത് അങ്ങനെ വലിയ രീതിയിലുള്ളതൊന്നും വേണ്ട എന്നുള്ള ആദ്യം നമ്മൾ തീരുമാനിച്ചതാണ്. കാരണം അതിനുവേണ്ടി നമ്മൾ വല്ല പൈസയും ചിലവാക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഉള്ളിലാണ് ജീവിക്കുക. ആ ഉള്ളിൽ നമ്മൾ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുക എന്നുള്ളതായിരുന്നു ഒരു ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് നേരം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. വർത്താനം പറഞ്ഞത് നീണ്ടങ്ങ് പോകും. വീടിൻ്റെ ഉൾവശം ഒക്കെ നമുക്ക് കാണണ്ടേ. അപ്പം നമുക്ക് ഈ വീട് ഒന്ന് ആദ്യം ഒന്ന് ചുറ്റിക്കണം അല്ലേ? വാ. നമ്മുടെ സാബിക് ബ്രോൻ്റെ സിറ്റ് ഔട്ടിലാട്ടോ കുറച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് ഇരിക്കാൻ പറ്റും നല്ല അടിപൊളി സിറ്റ് ഔട്ട്. പിന്നെ ഈ സിറ്റ് ഔട്ടിൽ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട് കേട്ടോ. സാബിക് ബ്രോ അത് കാണിച്ചേ. നമ്മുടെ ഒരു സ്പേസ് നമ്മൾ ഷൂറാക്കിന് വേണ്ടി സെറ്റ് ചെയ്താണ്. ഓക്കെ. ഇതോടെ ഇരിക്കും ചെയ്യാം, ഷൂറാക്കുമായി. തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ നമുക്ക് എപ്പോഴും ഈ ഷൂവും കാര്യങ്ങളും പുറത്ത് മഴയത്തോ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള ഷൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അത് നശിച്ചു പോകും. പക്ഷേങ്കിൽ ഈ സാധനം കണ്ടോ നല്ല സുന്ദരമായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? നല്ല സുന്ദരമായിട്ട് നമ്മളെ ചെപ്പൽസും കാര്യങ്ങളും കീപ്പ് ചെയ്യാൻ പറ്റുക ഒരു സേഫ് സിറ്റ് ഔട്ട് കഴിഞ്ഞ് അടുത്ത് നമുക്ക് ലിവിങ് റൂമിലേക്ക് പോവാം. ബാ. അങ്ങനെ നമ്മളെ സാബിക് ബ്രോൻ്റെ ലിവിങ് റൂമിലെത്തിയിട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ലിവിങ് റൂം. ഈ ഒരു സോഫയുടെ കളർ കോമ്പിനേഷൻ നോക്കിയാൽ നമ്മുടെ മോർഷാന മാർബിളിൻ്റെ ആ ഒരു ഷെയ്ഡ് നമ്മൾ ഈ സോഫയിൽ വന്നപ്പം കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ലിവിങ് റൂമായി മാറി. അത് മാത്രമല്ല നല്ല വെളിച്ചമാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല വെളിച്ചം. കാരണം വെച്ചാൽ ഇതിൻ്റെ 2 വെർട്ടിക്കൽ പർഗോളയിൽ നല്ല സൺലൈറ്റ്, നാച്ചുറൽ സൺലൈറ്റ് നേരെ ലിവിങ് റൂമിലേക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല ഇത് ഡബിൾ ഹൈറ്റ് ആയതിനെ കൊണ്ട് തന്നെ നല്ലൊരു കൂളിംഗ് ആണ്. അപ്പോൾ നമ്മളെ ലിവിങ് റൂം കഴിഞ്ഞ് പിന്നെ നേരെ ഒരു ഫാമിലി ലിവിങ് റൂം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു നൈസ് കൺസെപ്റ്റ്. ഇതാ ഈ ഒരു ഏരിയ നല്ലൊരു ഫാമിലി ലിവിങ് സെറ്റപ്പിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളെ കുട്ടികളും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഇരുന്ന് അത്യാവശ്യം ചോരയും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റിയൊരു സ്ഥലം. പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മളെ ഡൈനിങ് ഏരിയ വരുന്നത്. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ്. ഇതിപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയ നമ്മുടെ ലാൻഡിങ് ഏരിയ ആണ്. സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ് ഏരിയൻ്റെ താഴ്ഭാഗം നമ്മൾ ഡൈനിങ് ഏരിയയ്ക്ക് മാറ്റിയതാണ്. അത് കറക്റ്റ് ഒരു 8 ആൾക്ക് ഇരിക്കാൻ പറ്റിയ ടേബിൾ കറക്റ്റായി സെറ്റ് ചെയ്തത്. ഈ ടേബിൾ നമ്മൾ കസ്റ്റം ചെയ്തതാണ്. ഓക്കെ. ഈ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് 2 കാലിൽ ഉണ്ടാക്കിയെടുത്താണ് ഈ ടേബിൾ. അതേമാതിരി കളറും നമ്മൾ സോഫയും ഇതൊക്കെ വെച്ച് ആ പേജ് ബ്ലൂ കറക്റ്റ് കംപ്ലീറ്റ് ആക്കി ചെയ്ത് കളർ വരെ കറക്റ്റ് ആക്കി ചെയ്തതാണ്. കളർ സെലക്ട് ചെയ്തത് നിങ്ങളെ നമ്മിച്ച്. കാരണം വെച്ചാൽ വീടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ഒരു പേജ് ബ്ലൂ തന്നെ കേട്ടോ. ഈ ഒരു ടേബിളിൽ വരെ നിങ്ങൾ വിട്ടുകൊടുത്തില്ല. അടുത്ത നമ്മളെ ഈ വീടിൻ്റെ സ്റ്റെയർ. ഈ സ്റ്റെയർ നല്ല
വൃത്തിക്ക് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് അതിൽ വുഡ് ചെയ്താട്ടോ. അതിൻ്റെ ഒരു നല്ലൊരു ഫീല് ഈ സ്റ്റെയർ ഈ വീടിന് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെയർ ഉണ്ടെന്ന് വെച്ചിട്ട് ഇതിൻ്റെ സ്പേസ് നഷ്ടപ്പെടുന്നില്ല. ഈ വീടിൻ്റെ ബോട്ടം, ഈ സ്റ്റെയറിൻ്റെ താഴെ കറക്റ്റായിട്ട് ഡൈനിങ് ഹാൾ വന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയർ കൊണ്ട് ഈ വീടിന് ഒരു സ്പേസ് നഷ്ടം വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ സ്റ്റെയർ കയറി ആ സ്റ്റെയറിൻ്റെ മിഡിലായിട്ട് നല്ല അടിപൊളി ഒരു സ്റ്റഡി ഏരിയ. ഈ ഒരു സ്റ്റഡി ഏരിയനെ പറ്റി പറയാൻ ഏറ്റവും നല്ലത് ഈ വീടിൻ്റെ ഓണറാണ് കേട്ടോ. സാബി ബ്രോ, ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞു. ഈ സ്റ്റഡി ഏരിയ നമ്മളിപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ഏരിയ എന്തായാലും വേണം വീട്ടിൽ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെ അതിന് വേണം എന്നുള്ളുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥലത്ത് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തത്. ഇതിപ്പോൾ ഈ വീടിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഈ സ്റ്റഡി ഏരിയ കാണുന്നുള്ള അതിൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും. ഇപ്പോൾ വൈഫ് കിച്ചണിൽ പാകം ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ലിവിങ്ങിൽ ഇരിക്കുകയാണെങ്കിൽ, ഇനി അതല്ല മേൽഭാഗത്ത് നിന്ന് ആരെയും വരികയാണെങ്കിൽ ഒക്കെ ഈ സ്റ്റഡി ഏരിയ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും, വാച്ചിങ്ങിലുണ്ടാവും. കാരണം വെച്ചാൽ ഒരു കുട്ടി ഇവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിത്തം മാത്രമേ നടക്കുള്ളൂ. CCTV പോലെ വീട്ടിൽ മൊത്തം ആൾക്കാരെ കണ്ടും ഇവിടെ എത്തിപ്പെടാൻ പറ്റും. അങ്ങനെ സ്റ്റഡി ഏരിയ സ്റ്റഡിക്ക് മാത്രമല്ല നല്ലൊരു അയൺ ചെയ്യുന്നൊരു കൺസെപ്റ്റും കൂടി ഇവിടെ ചെയ്തു വെച്ചു. എല്ലാവരും നമ്മുടെ പണി എളുപ്പമാക്കുക എന്നുള്ളത്, തീർച്ചയായിട്ടും സമയം കുറച്ച് ചെയ്യാന്നുള്ളതാണ് എല്ലാവരും ഇത്. അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഉപകരണമാണ് ഇത്. നമുക്ക് അയൺ ചെയ്യാൻ ഏറ്റവും പെട്ടെന്ന് ചെയ്യും. ഫസ്റ്റ് നമുക്കൊരു ചെറിയൊരു ടൈം എടുക്കുന്നുള്ളൂ ഫസ്റ്റ് അത് പഠിച്ചെടുക്കാൻ. ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പരിപാടി. അത് മാത്രമല്ല വളരെ കുറഞ്ഞൊരു ഏരിയ മതി. നിവർത്തിയിട്ട് ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു സ്പേസ് നമ്മൾ മാറ്റണം. അയൺ വാങ്ങണം, അയൺ ബോക്സ് വാങ്ങണം, അയൺ ടേബിൾ വാങ്ങണം, പിന്നെ അതിന് സ്പേസ് നമ്മൾ കണ്ടെത്തണം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റഡി ഏരിയയും അയൺ ഏരിയ ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് അങ്ങ് എത്തിയിട്ടോ. ഫസ്റ്റ് ഫ്ലോർ ഇതേപോലെ തന്നെ ഓപ്പണായി കിടക്കുന്ന ഫസ്റ്റ് ഫ്ലോർ. ഈ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ലിവിങ് റൂം. ഈ ലിവിങ് റൂമിലേക്കുള്ള വ്യൂ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ലിവിങ് റൂമിലേക്കുള്ള വ്യൂ. അതേപോലെ തന്നെ ഈ ഡബിൾ ഹൈറ്റിൻ്റെ എല്ലാ ഒരു ഭംഗിയും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. അതാ നിങ്ങളൊന്ന് നോക്കി എത്ര അടിപൊളിയായിട്ട് ഒരു ചെയ്യുന്നു. പുറത്തുനിന്നൊരു വ്യൂ ഉള്ള ഏരിയ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഡോർ വെച്ചാൽ അതൊരു രസം ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ട് നമ്മൾ ഒരു സെലക്ട് ചെയ്താണിത്. ഒരു വിൻഡോ പോലെ തോന്നിക്കും ചെയ്യും. എന്നാലും പുറത്തേക്ക് കിടക്കാനുള്ള സ്പേസ് ഇതായി. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും. അപ്പോൾ ഇതൊരു ഡോറാണ്, പക്ഷെ ഒരു വിൻഡോ ആണ്. ഈ വീടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അതിനാട്ടോ. കാരണം ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഒരു മൈനസ് നമുക്ക് പറയാനില്ല. എക്സ്റ്റീരിയറിൽ നമ്മൾ ചിലവാക്കുന്ന അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന വലിയൊരു എമൗണ്ട് നമ്മൾ ഇൻറ്റീരിയറിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉൾഭാഗം വൃത്തിയാക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ട് ആവുന്നുള്ള ഇപ്പം എനിക്ക് മനസ്സിലായിട്ടോ. ഇത് ഈ ഒരു വീട്ടിലെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലം ഈ ഒരു ഓപ്പൺ കിച്ചൺ ആട്ടോ. എനിക്ക് ഈ ഒരു വീട്ടിൽ കണ്ടതിൽ വെച്ച് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ സ്നേഹ സമ്മാനമാണെന്ന് തന്നെ പറയട്ടോ ഈ ഒരു ഓപ്പൺ കിച്ചൺ. എങ്ങനെയാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ ഇത്രയും വൃത്തിക്ക് ഇത്രയും ഭംഗിയായിട്ടും ചെയ്തേ? ഇത് ഓപ്പൺ കിച്ചൺ നമ്മൾ ആദ്യം വീടെടുക്കുമ്പോഴേ നമ്മൾ തീരുമാനിച്ചൊരു കേസായിരുന്നു. ഓക്കെ, ഇത് ഈ കിച്ചൺ നല്ല മോഡുലാറായിട്ട് നല്ല വൃത്തിക്ക് ചെയ്യണം. ഫസ്റ്റേ നമ്മൾ തീരുമാനിച്ചൊരു ഇതാണ് കിച്ചണിൻ്റെ കേസാണ്. ഓക്കെ, അപ്പോൾ ആ കിച്ചണിലെ ഓരോ സംഭവങ്ങളും നമ്മൾ ഫസ്റ്റേ പ്ലാൻ ചെയ്തിട്ട് തന്നെ ചെയ്തു. അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ഒരു 3D ഉണ്ടാക്കി, അങ്ങനെ കളർ കോമ്പിനേഷന് എല്ലാം നമ്മൾ അങ്ങനെ ചെയ്ത് അങ്ങനെ കറക്റ്റ് വൈഫിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പറ്റിയ ഒരു അടിപൊളി കിച്ചൺ കൂടി അത് ഡിസ്കസ് ചെയ്തിട്ടാണ് എല്ലാ രീതിയിലുള്ള ഇത്. ഭർത്താവ് കയറല്ലോ, അടുക്കള കയറല്ലോ, കയറിയാലും പ്രശ്നമല്ലേ? വല്ലപ്പോഴും കയറുള്ളൂ. പക്ഷെ കയറി കഴിഞ്ഞാൽ പാത്രം മുഴുവൻ തലങ്ങും വിലങ്ങും അതിനെ കൊണ്ട് വല്ലാണ്ട് ഈ ഏരിയയ്ക്ക് അടുപ്പിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ അറ്റാക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കയറല്ലോ കേട്ടോ. നമ്മൾ ഈ ഓപ്പൺ കിച്ചന് പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള ഈ എനിക്ക് വരെയുള്ള ഒരു ഡൗട്ടാണ്, ഈ ഓപ്പൺ കിച്ചണിൽ ഇത്രയും ഏരിയ പബ്ലിക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ മത്തി പൊരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് ഇപ്പോൾ ഈ വീട് മുഴുവൻ പരക്കോ അതോ ഈ മുഴുവൻ ഇത് സക്ക് ചെയ്യോ? എങ്ങനെയാ? ഇത് ഫുള്ള് ഇത് വലിച്ചെടുക്കും. അപ്പോൾ ഒരു വിരുന്നാരായിട്ട് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഇവിടെ മീൻ പൊരിക്കുക ചിക്കൻ ഉണ്ടാക്കി എന്ത് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഫീൽ പോലെ അവിടെ കിട്ടൂല. അടിപൊളി. അപ്പോൾ ഇതെങ്ങനെ, ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെ ഇവിടെ ഉണ്ടാവുന്ന കംപ്ലീറ്റ് പുകയും കാര്യങ്ങളൊക്കെ? ഇത് നമ്മൾ ഇങ്ങനെ ഒരു സെൻസർ ഉണ്ട്, ഇങ്ങനെ ആക്കിയാൽ ഓപ്പൺ ആവും. ഓക്കെ, ഇതിലിങ്ങനെ 3 ലെവലുണ്ട്. അപ്പോൾ കൂടുതൽ പുകയും കാര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക് സെൻസ് ചെയ്തിട്ട് തന്നെ അത് ഓപ്പൺ കിച്ചൺ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരുപാട് സജഷൻസ് ഉണ്ടായിരിക്കും. കാരണം ഓൾറെഡി നിങ്ങളിത് സക്സസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ഓപ്പൺ കിച്ചൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഓപ്പൺ കിച്ചൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ റാക്ക് ചെയ്യരുത്. അതായത്
വാർക്കരുത്. ഓക്കെ ഫുള്ള് എംറ്റി ആയിട്ടില്ല. ഓക്കെ അപ്പോൾ എംറ്റി ആയിട്ട് എന്താണ് നമ്മളെ ഇവരെ വൈഫിൻ്റെ നമ്മളെ ആരുടെ പോലെ വൈഫിൻ്റെ ആ അളവിന് റെഡിയാക്കിയിട്ട് ഇത് നമ്മൾ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഈ ലെവലിൽ അവർക്ക് പാചകം ചെയ്യുമ്പോൾ ഈസി ആവാം. ഓക്കെ പാചകം ചെയ്യുമ്പോൾ ഓവർ കുമ്പിടാനോ അല്ലെങ്കിൽ എത്തിപ്പിടിക്കാനോ ചെയ്യാത്ത അവനവന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മുൻകൂട്ടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അവിടെ ഇപ്പോൾ ഒരു കോൺക്രീറ്റിൻ്റെ റാക്ക് വന്നു കഴിഞ്ഞാൽ ആ കോൺക്രീറ്റ് റാക്ക് പൊളിച്ച് കളയാനേ പറ്റുള്ളൂ, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യാണ്ട് ഫൈനലിൽ നമുക്ക് നമ്മളെ ഹൈറ്റിനനുസരിച്ച് ആരാണോ വീട്ടുകാർ ആ വീട്ടുകാരെ ഹൈറ്റിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും. കാരണം എല്ലാവർക്കും ഊരവേനൻ്റെ പ്രശ്നമുള്ള കാരണം ഈ ഊരവേന കുമ്പിട്ടെടുക്കുമ്പോൾ ഹൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ കുമ്പിട്ടെടുക്കണം, ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഏന്തേണ്ട അവസ്ഥ വരും. ഇതൊന്നും ചെയ്യാണ്ട് നമ്മളെ ഹൈറ്റിന് കംഫർട്ടബിൾ ആയിട്ട് കിച്ചൺ ചെയ്യുക, അതിൻ്റെ റിസൾട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ കിച്ചണിൽ നല്ലൊരു അടിപൊളി സെറ്റപ്പ് എന്താണെന്ന് പറയുക. ഈ കണ്ടോ നമ്മൾ ഈ കിച്ചണിൽ രാവിലെ എണീച്ച് ഒരു 1/4 മണിക്കൂർ കൊണ്ട് ഫുൾ പരിപാടി ഏത് വാഷിംഗ് അടക്കം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സാബിക് പ്രോൻ്റെ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, സാബിക് പ്രോൻ്റെ ഫാമിലിൻ്റെ ഈ കൺസെപ്റ്റിൽ 100ൽ 100 മാർക്ക് കൊടുക്കട്ടോ. കാരണം പാചകം ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു വാഷിംഗ് എന്ന് പറഞ്ഞ സംഭവം കഴിയും. ഈ ഒരു സിസ്റ്റം ആദ്യമായിട്ട് കേൾക്കുമ്പോൾ പലർക്കും ചിലപ്പോൾ നമ്മൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാൾ ചെയ്യുമ്പം അയാൾക്ക് കൂരമ്പായിരിക്കും, അത് ചെയ്താൽ ശരിയാവില്ല, ഇത് ശരിയാവില്ല. പക്ഷേ അത് സക്സസ് ആയി കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അഭിനന്ദിക്കും. ഇപ്പോൾ അങ്ങനത്തെ ഒരു അഭിനന്ദനം ഏറ്റവും അങ്ങനെ ആളാണ് നമ്മുടെ സാബിക് പ്രോയും ഫാമിലിയും. കാരണം കുറഞ്ഞ സമയം കൊണ്ട് ഫുൾ പരിപാടി കഴിയില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് തീരുന്നില്ല കേട്ടോ. അതായത് ഈ വാഷ് ബേസിൻ നോക്കിയേ, ഈ വാഷ് ബേസിൻ എന്ന് പറഞ്ഞാൽ 1.5 വാഷ് ബേസിൻ. ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ഉള്ളൂ ഒന്ന് കാണിച്ചത്. ഇത് നമ്മുടെ ഒരു കൊറിയൻ സിങ്ക് എന്ന് പറഞ്ഞിട്ട് ഓക്കെ സംഭവമാണ്. ഇതിന് നമുക്ക് പറഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടോ, ഇത് ഗ്ലാസ് കഴുകാനായിട്ട് പ്രത്യേക ഇതുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം പുറത്തു കൊണ്ട് ഗ്ലാസ് ഫ്രൂട്ട്സ് കഴുകാൻ ഇവിടെ. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ വലിച്ച് ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാം. പിന്നെ ഡിഷ് പ്രസ് ചെയ്ത ഡിഷ് വരും. പിന്നെ കുടിവെള്ളത്തിന് സെപ്പറേറ്റ് വരും. കുടിവെള്ളത്തിന് സെപ്പറേറ്റ് ആണ്. ഈ കിച്ചണിലുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ എങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ കിച്ചണിൽ ഒരു സ്റ്റോർ റൂം എന്ന് പറഞ്ഞ സംഭവം ഈ വീട്ടിലില്ല കേട്ടോ. ഇതിൻ്റെ 4 ചുമരുകളും ഈ വീടിൻ്റെ സ്റ്റോർ റൂമാണ്. ഇതേ നോക്കിയേ, ഈ കിച്ചൻ്റെ അടിയിൽ കണ്ടോ മലപ്പുറം കത്തി കോഴിക്കോടൻ ബിരിയാണി എന്നും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത ഐറ്റംസ് ഇല്ല കേട്ടോ. അത് മാത്രമല്ല സാബിക് ബ്രോ അവിടെ എങ്ങനെയാ എന്തൊക്കെ അപ്ലൈ ചെയ്തത്? ഇവിടെ നമ്മൾ ഇതെല്ലാം സ്റ്റോർ ഏരിയയാണ്. എല്ലാം ഇത് തുറക്കാം. അതേമാതിരി ഇത് ഇങ്ങനെ പാത്രങ്ങൾ. പിന്നെ അതേമാതിരി നമ്മൾ ഡസ്റ്റ്ബിൻ വരെ ഇവിടെ പൊളിച്ചിട്ടുണ്ട്. തുറന്നു വരുമ്പോൾ ഡസ്റ്റ്ബിൻ വരും. വളരെ നൈസ് ഒരു കൺസെപ്റ്റ് ഉണ്ട്. കാരണം നമ്മൾ അഴുക്ക് പിടിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട സംഭവങ്ങളൊക്കെ വാരി വലിച്ചിടുന്നതിന് പകരം നമ്മുടെ വാഷ് ബേസിൻ്റെ തൊട്ട് താഴെയായിട്ട് നല്ലൊരു ഡസ്റ്റ്ബിൻ. അപ്പോൾ എല്ലാം കൊണ്ടും പ്ലാനിങ്ങിലും എക്സിക്യൂഷനും 100ൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഗംഭീര വീടിനാണ് നമ്മുടെ ഈ മച്ചാൻ സാബിക് ബ്രോൻ്റെ വീട്. അപ്പോൾ നമ്മളെ കിച്ചണിൽ നിന്ന് നേരെ നമുക്ക് ബെഡ്റൂം വിട്ടുപോയതോട്ടെ കിച്ചണിൻ്റെ ഭംഗിയെ കൊണ്ട് റിസോർട്ട് സെറ്റപ്പ് ആട്ടോ. അടിപൊളി. ഇതൊക്കെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ഇതിന്റെ റൂം സൈസ് എത്ര വരുന്നത്? റൂം സൈസ് 360-330 സ്റ്റാൻഡേർഡ് സൈസ്. ശരിക്കും നമ്മൾ ബെഡ്റൂം അത്രയും മതി. ശരിക്കും നമുക്ക് വീടിന് ബെഡ്റൂമിൽ നമ്മൾ എപ്പോഴും കിടക്കാനല്ലേ വരുള്ളൂ. എല്ലാ സമയത്തൊന്നും നമ്മൾ ബെഡ്റൂമിലേക്ക് വരില്ല. അപ്പോൾ ബെഡ്റൂം അത്രയും മതി എന്നുള്ളതിലാണ്. ഇത് നമ്മളെ 2ാമത്തെ റൂമാണ്. ഇതേമാതിരി തന്നെ മേലെയും അതേ മേലെ ഓരോ ബെഡ്റൂമിൻ്റെ മേലെ ഓരോരോ റൂമാണ് മേലെ. ഈ മനോഹരമായ ഈ വീടിന് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ്? ഇത് 2040 സ്ക്വയർ ഫീറ്റ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര തോന്നില്ല. 2000 സ്ക്വയർ ഫീറ്റിൽ ഇത്രയും നല്ല മനോഹരമായ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വീട് നിർമ്മിക്കാൻ കഴിഞ്ഞതിൽ സാബിക്കിനെ വളരെ അഭിനന്ദിക്കുകയാണ്. അതുള്ളവർക്ക് എല്ലാവർക്കും പ്രചോദനമാവട്ടെ. എന്തെങ്കിലും ഒരു അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ സാബിക്കുമായിട്ട് എന്ത് ചെയ്യാം, ബന്ധപ്പെടുകയും ചെയ്യാം. നമ്മുടെ മനസ്സും വയറും ഒക്കെ നിറയ്ക്കാൻ പോവുക. അതാ നമുക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി മന്തി സാബിക് പ്രോ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനും ക്യാമറമാൻ ഹക്കീം ഭായും ഈ പരിപാടിയിലേക്ക് കിടക്കട്ടെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.